കൊച്ചിയിൽ നിന്ന് വീണ്ടും കോട്ടയത്തേക്ക് വരുമ്പോൾ അവിടെ പ്രതിഷേധത്തിന് പിന്നാലെ ഉടനടി നടപടിയുണ്ടായ സന്തോഷ വാർത്ത തന്നെയാണ് പറയാനുള്ളത്. കോട്ടയം MC റോഡ് തകർച്ചയിൽ BJP നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ റോഡ് ടാർ ചെയ്തു. റോഡിലെ വൻ ഗർത്തത്തിൽ വാഴ നട്ടും PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയും BJP നടത്തിയ ജനകീയ ഇടപെടലാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കണ്ടത്. മാസക്കാലമായി രൂപപ്പെട്ട ആ കുഴി 1-2 തവണ മണ്ണിട്ട് മൂടി എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് കൊണ്ടുപോകുവാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്നലെ BJPയുടെ ആ സമരവും അതിനുശേഷം PWD ഓഫീസിന്റെ ഉപരോധവും എല്ലാം കൂടി ആയപ്പോഴേക്കും ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യേണ്ട സാഹചര്യത്തിലൂടെ വരികയും അവരിന്നത് ഇന്റർലോക്ക് ഇട്ട് ടാർ ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് ഒരു മാസം മുമ്പ് MLA വിചാരിച്ചാൽ നിസ്സാരമായിട്ട് സാധിക്കുമായിരുന്ന ഒരു കാര്യമാണ് ഇന്നലെ BJPയുടെ സമരത്തിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ഇത് BJPയുടെ സമരത്തിന്റെ വിജയമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുനെ, പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന ഒരു റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത് എത്രത്തോളം പ്രയാസകരമാണെന്നുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു റോഡിനെ ശാപമോക്ഷം ലഭിക്കാൻ അവിടെ BJP വേണ്ടി വന്നു. BJP എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്? ഒടുവിൽ PWD എന്ത് നടപടിയാണ് BJPയുടെ പ്രതിഷേധത്തിനൊടുവിൽ സ്വീകരിച്ചത്? മിഥുൻ. ആതിര, BJPയുടെ ജനകീയ ഇടപെടൽ എങ്ങനെയൊക്കെ ഫലം കണ്ടു എന്നതിൻ്റെ തെളിവായി മാറുകയാണ് കോട്ടയം MC റോഡ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ BJP നടത്തി വിജയിപ്പിച്ചതിൻ്റെ ഒരു തെളിവായി മാറുകയാണ് ഈ MC റോഡ്. SH മൗണ്ടിന് സമീപത്ത് MC റോഡിൽ കാലങ്ങളായി രൂപപ്പെട്ട ഒരു വലിയ ഗർത്തമുണ്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു ഈ റോഡ്. ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധത്തിൻ്റെ ഫലമായി ഇന്റർലോക്ക് ചെയ്ത് റീടാർ ചെയ്ത് ഏറ്റവും യാത്രായോഗ്യമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് PWD ഉദ്യോഗസ്ഥർ മാറ്റിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ രാവിലെ 11 മണിയോടെ BJPയുടെ പ്രതിഷേധം നടക്കുന്നു. ഇവിടെ വലിയൊരു ഗർത്തമുണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇന്റർലോക്ക് പതിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വലിയ ഗർത്തമായിരുന്നു. ആ ഗർത്തങ്ങളിൽ വീണ് അപകടങ്ങൾ പതിവായിരുന്നു. വാഹനങ്ങൾ മറിയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ ഉണ്ടായത്. ഈ ഗർത്തം ഉണ്ടായിരുന്ന ഭാഗത്ത് വാഴ നട്ടുകൊണ്ടാണ് ഇന്നലെ BJP പ്രതിഷേധിച്ചത്. തുടർന്ന് PWD ഓഫീസിലേക്ക് BJP കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിഷേധ മാർച്ച് നടത്തി. PWD ഓഫീസിലെത്തി ഉദ്യോഗസ്ഥർക്ക് ഇത് എത്രയും വേഗം അടിയന്തരമായി ഇതിൻ്റെ ഇന്റർലോക്ക് ചെയ്ത് ഈ യാത്രാ സൗകര്യം ഒരുക്കി നൽകണം, ഈ പ്രദേശത്തെ ഗതാഗത കുരുക്കിനൊക്കെയുള്ള പരിഹാരം അടിയന്തരമായി ശാശ്വതമായി നടത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ PWD ഓഫീസിൽ നിന്നും തങ്ങൾ പോവുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകി PWD ഉദ്യോഗസ്ഥർ ലിജിൻ ലാലിന് വാക്കു നൽകി അടിയന്തരമായി ഈ പ്രദേശത്തെ ഗതാഗത കുരുക്കും ഒപ്പം തന്നെ ഈ വലിയ ഗർത്തവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷന് PWD ഉദ്യോഗസ്ഥർ ഇന്നലെ ഉച്ചയോടുകൂടി ഉറപ്പു നൽകുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി മണിക്കൂറുകൾക്കകം ഈ പ്രദേശത്തെ ഗതാഗത യോഗ്യമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ PWD ഉദ്യോഗസ്ഥർ കൈക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. BJPയുടെ ആ പ്രതിഷേധം വെറുതെയായില്ല, അത് ഫലം കണ്ടു, ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു. വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്ന ഈ ഭാഗത്തൂടെ ഇപ്പോൾ സുഗമമായി വാഹനങ്ങൾ സഞ്ചരിക്കുകയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ആ സാഹചര്യമൊക്കെ ഒഴിവാകുകയാണ്. ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്, ഒപ്പം തന്നെ റീടാർ ചെയ്തിട്ടുണ്ട്, യാത്രായോഗ്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തായിരുന്നു വലിയ ഒരു ഗർത്തം ഉണ്ടായിരുന്നത്. ആ ഗർത്തം 1.5 മാസക്കാലമായി ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് 1.5 മാസക്കാലമായി ഗർത്തം നിലനിന്നിരുന്നു. പക്ഷേ സ്ഥലം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ കോട്ടയം നഗരസഭയോ ഈ ഒരു വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്തുകയോ അല്ലെങ്കിൽ ഈ യാത്രായോഗ്യമല്ലാത്ത ഈ ഭാഗം സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടികളും നടത്തിയില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാന കാര്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോട്ടയം നഗരസഭയ്ക്കും നിരവധി പരാതികൾ നാട്ടുകാരും BJPയും ഒക്കെ നൽകിയതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽ ഈ പ്രശ്നം പെടുത്തിയതാണ്. പക്ഷേ യാതൊരു നടപടിയും സ്ഥലം MLAയുടെയും നഗരസഭയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി
ഉണ്ടായില്ല. 1.5 മാസക്കാലമായി BJP പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പക്ഷേ BJPയുടെ പ്രതിഷേധം നടക്കുമ്പോഴെല്ലാം മണ്ണിട്ട് ഈ ഭാഗം നികത്തുന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഇതിനു മുൻപ് ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ BJP ഉറപ്പിച്ചു പറഞ്ഞു ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ തീരുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമായി തന്നെ ഉണ്ടാകും. ഇന്നലെ PWD ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് മുഴുവൻ സമയവും അവിടെ കുത്തിയിരുന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെ പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം മുന്നറിയിപ്പ് PWDക്ക് നൽകിയതിനെ തുടർന്നാണ് PWD ഉദ്യോഗസ്ഥർ കോട്ടയം ജില്ലാ വെസ്റ്റ് BJP അധ്യക്ഷന് വാക്ക് നൽകിയത്. ഇന്നലെ തന്നെ ഇവിടെ അടിയന്തരമായി പരിഹാരമുണ്ടാകും, യാത്രായോഗ്യമാക്കി മാറ്റും എന്നുള്ളത്. അത് ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി ഇവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ PWD ഉദ്യോഗസ്ഥർ നടത്തി. അവിടെ ഇന്റർലോക്ക് ചെയ്തു, റീടാർ ചെയ്തു. അങ്ങനെ യാത്രായോഗ്യമായ ഭാഗത്തുകൂടി ഇപ്പോൾ വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്ന ആ കാഴ്ചയാണ് ഇന്ന് നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ, ഒരു ദിവസത്തിനിപ്പുറം, ഇന്നലെ പ്രതിഷേധം നടന്ന് ഒരു ദിവസത്തിനിപ്പുറം നമുക്ക് ഈ റോഡിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആംബുലൻസുകളടക്കം കോട്ടയം ടൗണിൽ നിന്നും വളരെ വേഗത്തിൽ പോകുന്ന റോഡാണിത്. ഈ റോഡിലാണ് ഗതാഗത കുരുക്ക് മൂലം വലിയ പ്രശ്നങ്ങൾ, മണിക്കൂറുകളോളമായിരുന്നു ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അങ്ങനെ ശരി മിഥുൻ, ശരി. അങ്ങനെ കോട്ടയം MC റോഡിന്റെ തകർച്ചയ്ക്ക് ശാപമോക്ഷമായിരിക്കുകയാണ്. അവിടെ ഉടനടി പരിഹാരമുണ്ടായി BJP പ്രതിഷേധത്തിന് പിന്നാലെ.